വെൽക്കം ബാക്ക് ടു ഗെയിംസ് EduPSC. അപ്പൊ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫ് പേസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ അപ്പൊ ഒത്തിരി കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നും അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ വരുന്ന പരീക്ഷകൾക്കെല്ലാം തീർച്ചയായും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിന്നും ഒത്തിരി റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? എന്താണ്? മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഓപ്ഷൻ ബി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഓപ്ഷൻ സി NSS ആൻഡ് ഓപ്ഷൻ ഡി തിയോസഫിക്കൽ സൊസൈറ്റി. ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. അപ്പൊ മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. അപ്പൊ നമുക്ക് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ കൂട്ടുകാർ നോക്കിയേ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആയിരുന്നു നമ്മുടെ ചോദ്യത്തിന് ഉത്തരം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അത് എന്തൊക്കെയാണ് ഉത്തരം പഠിക്കാൻ പോകുന്നത്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1905 1905 തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇനി അതിന്റെ ആസ്ഥാനം പഠിച്ചു വെച്ചോ. പൂനെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ആസ്ഥാനം. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 1905 ബനാറസ് സെഷനിലായിരുന്നു അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നോക്കാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നോക്കാം. മഹാരാഷ്ട്ര സോക്രട്ടസ്, മിതവാദികളുടെ നേതാവ്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നീ വിശേഷണങ്ങളുള്ള ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെക്കാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി. എന്താണ്? മഹാരാഷ്ട്ര സോക്രട്ടസ്, മിതവാദികളുടെ നേതാവ്. എന്താണ്? ഇന്റർനാഷണൽ കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നറിയപ്പെട്ടതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു ഫാക്ട്സ് പഠിച്ചു പോകാം. അപ്പൊ നോക്കിയാൽ അദ്ദേഹത്തിന് മറ്റു വിശേഷങ്ങൾ. ഗോപാലകൃഷ്ണ ഗോഖലെയെ ബാലഗംഗാധര തിലക് വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഇന്ത്യയുടെ വജ്രം, അതായത് അധ്വാനിക്കുന്ന ഒരു രാജകുമാരൻ, മഹാരാഷ്ട്ര രത്നം, ഇന്ത്യയുടെ വജ്രം, അധ്വാനിക്കുന്ന ഒരു രാജകുമാരൻ എന്നൊക്കെ ബാലഗംഗാധര തിലക് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വേഷപ്രച്ഛന്നായ രാജദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭു വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രധാനപ്പെട്ട വിശേഷണം എന്തൊക്കെയാണ്? മഹാരാഷ്ട്ര സോക്രട്ടസ് എന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അല്ലെ. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ മറ്റു വിശേഷണം ശ്രദ്ധിച്ച്. ബാലഗംഗാധര തിലക് അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചത് മഹാരാഷ്ട്ര രത്നം, അധ്വാനിക്കുന്ന ഒരു രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം എന്നൊക്കെ. അപ്പൊ ബാലഗംഗാധര തിലക് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിച്ചത് എങ്ങനെയൊക്കെയാണ്? മഹാരാഷ്ട്ര രത്നം, അധ്വാനിക്കുന്ന ഒരു രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം എന്നൊക്കെ വിശേഷണങ്ങളാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? വേഷപ്രച്ഛന്നായ രാജദ്രോഹി എന്നായിരുന്നു ബ്രിട്ടീഷുകാർ ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭു വിശേഷിപ്പിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഗോപാലകൃഷ്ണ ഗോഖലെ ഗംഗെ പോലെ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു കേട്ടോ. അപ്പൊ ഗംഗെ പോലെ ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാന്ന് വെച്ചാൽ MG റാനഡെ ആയിരുന്നു, അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ റാനഡെ ആയിരുന്നു ഗോപാലകൃഷ്ണന്റെ ഗുരു. അദ്ദേഹം 1908 MG റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് സ്ഥാപിക്കുകയുണ്ടായി. MG റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1908 അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ സ്മരണാർത്ഥമാണ്. ഗുരു ആരായിരുന്നു? മഹാദേവ ഗോവിന്ദ റാനഡെ. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്? അതായത് സാമൂഹിക സേവനങ്ങൾ നടത്തുന്നവരെ രാജ്യ സേവനത്തിനെ പ്രാപ്തരാക്കുക, അതിനെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുകയുണ്ടായിരുന്നതാണ്. സാമൂഹിക സേവനങ്ങൾ നടത്തുന്നവരെ രാജ്യ സേവനത്തിനെ പ്രാപ്തരാക്കി പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം സ്ഥാപിച്ചതാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതൊക്കെയാണ്? ദി നേഷൻ, സുധാരൻ, ജ്ഞാനപ്രകാശ് മുതലായ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പത്രങ്ങൾ. അതിൽ തന്നെ ഹിതവാദ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പത്രമാണ് കൂടെ ഓർത്തുവയ്ക്കുക. അപ്പൊ നമ്മൾ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും ഫാക്ട്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇനി നിങ്ങൾ വരുന്ന എക്സാംസിനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും.
അപ്പൊ നമുക്ക് ഇതേ ഓപ്ഷൻ, ഇതേ ക്വസ്റ്റിന്റെ മറ്റൊരു ഓപ്ഷൻ മനസ്സിലാക്കാം. അതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ പോയിന്റ്സ് മനസ്സിലാക്കാൻ പോകുന്നു അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1884 അതിന്റെ ആസ്ഥാനമാകട്ടെ പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെ തന്നെയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതെന്ന് നോക്കാം. ഭാരതീയർക്ക് കുറഞ്ഞ ചെലവിൽ വിദ്യാഭ്യാസം ലഭ്യമാക്കുക, അതുപോലെ സാമൂഹ്യ പരിഷ്കരണം. ഭാരതീയർക്ക് കുറഞ്ഞ ചെലവിൽ വിദ്യാഭ്യാസം നൽകുക, അതുപോലെ സാമൂഹ്യ പരിഷ്കരണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 സ്ഥാപിതമായത്. ഇനി എന്റെ സ്ഥാപകർക്ക് നോക്കിക്കോളൂ. ബാലഗംഗാധര തിലക്, ഗോപാല ഗണേഷ് അഗാർക്കർ, വിഷ്ണു പ്രകാശ് ചിപ്ലുകാർ. ആരൊക്കെയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ എന്നറിയപ്പെട്ടത്? ബാലഗംഗാധര തിലക്, ഗോപാൽ ഗണേഷ് അഗാർക്കർ, വിഷ്ണു പ്രകാശ് ചിപ്ലുകാർ എന്നിവരാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരായിട്ട് അറിയപ്പെടുന്നത്. ഇനി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു കോളേജ് കൂടെ നോക്കിക്കോളൂ. അതാണ് ഫെർഗൂസൺ കോളേജ്. അതാണ് ഫെർഗൂസൺ കോളേജ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപിച്ച ഒരു കോളേജാണ്. അപ്പൊ ഇത്തരം പോയിന്റ്സ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. എന്തൊക്കെയാണ്? സ്ഥാപിച്ച വർഷം, അതിന്റെ സ്ഥാപകര്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിച്ച കോളേജ്, അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഓപ്ഷൻസ്, അതായത് NSS എന്ന് പറയുന്നതാണ് അടുത്ത ഓപ്ഷൻ. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടത് നോക്കാം. അപ്പൊ NSS കുറിച്ച് പഠിക്കാം. NSS എന്ന് പറയുന്നത് ഒരു നായർ സർവീസ് സൊസൈറ്റി എന്നായിരുന്നു അറിയപ്പെട്ടത്, അല്ലെ? NSS എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ടത് 1914 ഒക്ടോബർ 31-നാണ്. അപ്പൊ 1914 ഒക്ടോബർ 31 സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന NSS. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പെരുന്നയാണ്. ചങ്ങനാശ്ശേരി, കോട്ടയത്തെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനമേ അറിയപ്പെടുന്നത്. ഇനി NSS എന്ന് പറയുന്നത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. അപ്പൊ നായർ ഭൃത്യജന സംഘം എന്നാണ് പിൻകാലത്ത് NSS അറിയപ്പെട്ടിരുന്നത്. നായർ ഭൃത്യജന സംഘം എന്ന പേര് കൊടുത്തത് കപ്പന കണ്ണൻ മേനോനാണ്. അപ്പൊ നായർ ഭൃത്യജന സംഘം മുൻകാലം അറിയപ്പെട്ടിരുന്ന സംഘടന എന്ന് വെച്ചാൽ ഏതാണ്? NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയാണ്. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചാരാണ്? കപ്പന കണ്ണൻ മേനോനാണ്. പിൽക്കാലത്ത് 1915 ജൂലൈ 31-നാണ് നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ 1914 ഒക്ടോബർ 31 സ്ഥാപിക്കപ്പെട്ടത് നായർ ഭൃത്യജന സംഘമാണ്. പിന്നീട് അതിന്റെ പേര് 1915 ജൂലൈ 31 നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് മാറുകയുണ്ടായി. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് കൊടുത്തത് K. പരമപിള്ളയാണ് കേട്ടോ. ഇനി NSSന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് K. കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനുമാണ്. ഇനി അതുപോലെ തന്നെ NSSന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് സർവീസ് ആണ്. അപ്പൊ സർവീസിന് മുഖപത്രമുള്ള സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS ആണ്. ഇനി NSSന്റെ മറ്റു പേരുകളാണ് മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ ഉള്ളത് NSSന്റെ മറ്റു പേരുകളാണ്. അപ്പൊ NSSുമായി ബന്ധപ്പെട്ട് പരീക്ഷാ പോയിന്റ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അപ്പൊ എല്ലാം നോട്ട് ചെയ്തോളൂ. അപ്പം നോക്കിയേ, തിയോസഫിക്കൽ സൊസൈറ്റി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം? ഒന്ന്, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് 1875-ലാണ്. എവിടെയായിരുന്നു സ്ഥാപിതമായത്? ന്യൂയോർക്കിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത്. ഇനി അത് സ്ഥാപിച്ചത്, എനിക്ക് സ്ഥാപകരായിരുന്നു മാഡം ഹെലനോ ബ്ലാവാറ്റ്സ്കിയും കേണൽ ഹെലൻ ഓൾപോട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് ന്യൂയോർക്കിലാണ് 1875. ആരാണ് സ്ഥാപിച്ചത്? മാഡം ഹെലനോ ബ്ലവാറ്റ്സ്കിയും കേണൽ ഹെലൻ ഓൾപോട്ടുമാണ് സ്ഥാപിച്ചത്. ഇനി ഇതിന്റെ ആസ്ഥാനം പിന്നീട് ചെന്നൈയിലെ അടയാറായി മാറുകയുണ്ടായി. ഈ 1889-ലാണ് ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിലേക്ക് ചേരുന്നത്. അപ്പൊ 1889-ലാണ് ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിക്ക് ചേരുന്നത്. പിന്നീട് 1893 അവർ ഇന്ത്യയിൽ എത്തുകയാണ് ഉണ്ടായത്. ഇനി ആനി ബെസന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണ് ചോദിച്ചത്? ആനി ബെസന്റ്. അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണ് ചോദിച്ചത്? ആനി ബെസന്റ് ആണ്. ഇന്ത്യയിൽ പിന്നീട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916 ആനി ബെസന്റ് ബാലഗംഗാധര തിലകും കൂടെ ചേർന്നാണ്. അപ്പൊ ആനി ബെസന്റ് പിന്നീട് എന്തായി? ഈ പറഞ്ഞ തിയോസഫിക്കൽ സൊസൈറ്റിയിലേക്ക് ചേർന്നു. 1889-ലാണ് ചേർന്നത്. ഇനി 1893 അവർ ഇന്ത്യയിൽ എത്തുകയുണ്ടായി. ഇനി 1907 ഈ ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അന്താരാഷ്ട്ര പ്രസിഡന്റ് ആയിട്ട് മാറുകയുണ്ടായി. ഇനി അതുപോലെ തന്നെ 1998 തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് വാരണാസിയിൽ ഒരു സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് അത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയുണ്ടായി. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങൾ കൂടി നോക്കിക്കോളൂ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് മുതലായവ.
അപ്പൊ എന്താണ് തിയോസഫിക്കൽ സൊസൈറ്റി ബന്ധപ്പെട്ട മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്? ഒന്ന്, അത് സ്ഥാപിച്ചത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. 1875 സ്ഥാപിച്ചത്. ആരൊക്കെയാണ്? മാഡം ഹെലനോ ബ്ലാവറ്റ്സ്കിയും കേണൽ ഹെലൻ ഓൾപോട്ടുമാണ് സ്ഥാപിച്ചത്. ഇനി അതിന്റെ ആസ്ഥാനം പിന്നീട് ചെന്നൈയിലെ അടയാറായിട്ട് മാറുകയുണ്ടായി. ഈ ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ചേരുന്നത് എന്നാന്ന് വെച്ചാൽ 1889 ചേരുന്നത്. ഇനി അതുപോലെ 1893 അവർ ഇന്ത്യയിൽ എത്തുകയുണ്ടായി. ഇനി 1916 ഇനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആണെന്ന് ആനി ബെസന്റ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത് ആനി ബെസന്റ് ബാലഗംഗാധര തിലക് കൂടി ചേർന്നു. ഇനി നോക്കാം, 1907 തിയോസഫിക്കൽ സൊസൈറ്റി അന്താരാഷ്ട്ര പ്രസിഡന്റ് ആയിട്ട് ആനി ബെസന്റ് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇനി 1898 തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച കോളേജാണ് വാരണാസി സെൻട്രൽ ഹിന്ദു കോളേജ്. ഈ സെൻട്രൽ ഹിന്ദു കോളേജ് പിന്നീട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയുണ്ടായി. അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ നോട്ട് ചെയ്തോളൂ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്നും ഒത്തിരി ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചോദ്യം അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനം നടത്തി ശ്രദ്ധ നേടിയത് ആരാണെന്നായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, NSS, തിയോസഫിക്കൽ സൊസൈറ്റി. അപ്പൊ നമ്മൾ ഈ 4 ഓപ്ഷൻസിലെ പ്രധാനപ്പെട്ട സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കേണ്ട എല്ലാ ഫാക്ട്സും ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്ന ബൈ ഫ്രം മീ. താങ്ക് യു.